വിദേശകാര്യ സെക്രട്ടറി അനുശോചനക്കുറിപ്പിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്. അതായത് അയത്തുള്ള അലി ഖമേനിയുടെ വധത്തിൽ ഇന്ത്യ അനുശോചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരുപാട് പേര് പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, അദ്ദേഹത്തിൻ്റെ അമ്മ സോണിയാഗാന്ധി ഇന്ത്യ അനുശോചനം രേഖപ്പെടുത്തുന്നില്ല, ഈ സൈലൻസ് എന്ന് പറയുന്നത് വലിയ ദുരൂഹതയുള്ളതാണ്. ഇസ്രായേൽ സന്ദർശിച്ചതിന് ശേഷം മോദി 48 മണിക്കൂറിന് ശേഷമാണ് ഖമേനി കൊല്ലപ്പെടുന്നത്. അപ്പോൾ ഇതിന് പിന്നിൽ വലിയ ഞെട്ടിപ്പിക്കുന്ന ഒരു വലിയ ദുരൂഹതയുണ്ട് എന്നൊക്കെയുള്ള സൂചനകളാണ് സോണിയാഗാന്ധി മുന്നോട്ട് വെച്ചത്. ഇപ്പോൾ അനുശോചനക്കുറിപ്പിൽ ഒപ്പുവെച്ചിരിക്കുന്നു. ഇറാൻ്റെ എംബസിയിൽ കണ്ടോളൻസ് രജിസ്റ്റർ, അങ്ങനെ VIP ഒക്കെ മരിക്കുകയും അല്ലെങ്കിൽ അവിടെ രജിസ്റ്റർ ഉണ്ടാക്കുകയും മറ്റ് രാജ്യങ്ങളിലെ ആൾക്കാരും അതുപോലെ മറ്റ് VIPസിനൊക്കെ പോയി അവിടെ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഒപ്പിടാം. അങ്ങനെ ഒരു രജിസ്റ്റർ വയ്ക്കുകയും ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യയുടെ വിദേശകാര്യ ഡെപ്യൂട്ടി സെക്രട്ടറി വിക്രം മിശ്രി ആ ബുക്കിൽ പോയി അവിടെ ആ പുസ്തകത്തിൽ പോയി ഒപ്പുവയ്ക്കുകയാണ് ഇത്. അതിൻ്റെ അർത്ഥം ഖൊമേനിയുടെ മരണത്തിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അനുശോചനം രേഖപ്പെടുത്തുന്നു എന്നാണ്. അപ്പം ഖൊമേനി മരണം എന്ന് പറയുന്ന കൊലപാതകം കൂടെയാണ്, രണ്ടും കൂടിയാണ്. ഇത് ഇത്ര പെട്ടെന്ന് ഗവൺമെൻറ്റിനെ നിർബന്ധിച്ച കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ കോൺഗ്രസിന് ഗവൺമെൻറ്റിനെ വിമർശിക്കാൻ കിട്ടിയ ആയുധം ഇറാൻ്റെ ഒരു കപ്പൽ, ഒന്നല്ല 2 കപ്പലുണ്ടായിരുന്നു, വിശാഖപട്ടണത്ത് നേവൽ എക്സർസൈസ് ഇൻ്റർ കൺട്രി അല്ലെ മൾട്ടി കൺട്രി നേവൽ എക്സർസൈസ് വിശാഖപട്ടണത്ത് നടന്നു. അവിടെ നിന്നും മടങ്ങിപ്പോയൊരു കപ്പലാണ് കത്തിയതല്ല, അമേരിക്ക ബോംബിട്ട് തകർത്തത്, അന്തർവാഹിനി ഉപയോഗിച്ച് ടോർപിഡോ ഉപയോഗിച്ച് തകർത്തത്. അപ്പോൾ ഇത് നമ്മുടെ ഗസ്റ്റായിട്ട് വന്നവർ, നമ്മൾ വിളിച്ചിട്ട് നമ്മുടെ പരിപാടി പങ്കെടുക്കാൻ വന്നവരാണ്. ഇവർ തിരിച്ചു പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവരുടെ സംരക്ഷണം അപ് ടു നമ്മുടെ ഇന്ത്യൻ ഓഷ്യനിലെങ്കിലും ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു ബാധ്യത ഉണ്ടായിരുന്നു, ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ആ ബാധ്യത മനഃപൂർവ്വമാണോ അറിയാതെയാണോ, ചിലപ്പോൾ നമ്മൾ അറിയാതെയായിരിക്കാം വരികയത്, എന്നാൽ പോലും അത് ചെയ്യാത്തതിൻ്റെ പേരിൽ മോഡി, ഇന്ത്യയിലെ എല്ലാവരും മോഡി വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. മോഡിക്ക് പെട്ടെന്നൊരു ഉത്തരവില്ല. അത്തരം ഒരു സമ്മർദ്ദ സാഹചര്യത്തിലാണ് ഇവിടെ ഈ രജിസ്റ്റർ തുറക്കാൻ പെട്ടെന്ന് തന്നെ ഈ ഒപ്പിട പരിപാടി തുടങ്ങുകയും ചെയ്തു. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇനി നാളെ വരാൻ പോകുന്ന ഡെവലപ്മെൻറ്റുകളിൽ ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടാകുമെന്ന് പോലും അറിയണം. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇറാനെ തീർത്തുകൊണ്ട്, ഇറാനെ ഇല്ലാതാക്കിക്കൊണ്ട് പുതിയ ചില രാജ്യങ്ങൾ പശ്ചിമേഷ്യയിൽ വരാനുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ട് താങ്കൾ അങ്ങനെ പറഞ്ഞത്, ഇറാൻ ഇല്ലാതാകുമെന്ന്? ഇറാനെ ഇല്ലാതാക്കേണ്ട ആവശ്യം ആർക്കാ ഉള്ളത്? ഒന്ന്, ഇസ്രായേലിനുണ്ട്. ഇസ്രായേലിനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ മാത്രമല്ല ജനങ്ങളെ മൊത്തം ഉന്മൂലനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഭരണകൂടമാണ് അവിടെയുള്ളത്. ഉദാഹരണത്തിന് ടെഹ്റാനിൽ ഒരു ക്ലോക്ക് വെച്ചിട്ടുണ്ട്. ക്ലോക്കിനെ കുറിച്ച് അറിയാമായിരിക്കുമല്ലോ. 2040 കൊണ്ട് യൂതരെ ജെറുസലേമിൽ ഇല്ലാതാക്കും എന്നാണ് ആ ക്ലോക്ക് പറഞ്ഞത്. സമയം പുറകോട്ടാണ്, 2040 കറങ്ങി വരുന്ന ആ സമയത്ത് തീർക്കുന്നതാണ്. അങ്ങനെ പരസ്യമായി പ്രഖ്യാപിച്ചൊരു രാജ്യത്ത് എങ്ങനെ അവരെ രക്ഷപ്പെടുത്താൻ കഴിയും? നമുക്ക് നമ്മുടെ സുരക്ഷ എന്ന് പറയുന്നത് അവൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ജീവിക്കാൻ പറ്റുക, സുരക്ഷിതമായി സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുക. അപ്പോൾ സ്വാഭാവികമായും ഒരു ഓട്ടോമാറ്റിക്കായിട്ടുള്ള പ്രതികരണം ആരുടെ ഭാഗം, ഏത് ജീവജാലങ്ങളുടെ ഏത് ഭാഗത്തു നിന്നുണ്ടാവും. എന്നെ അവൻ പിടിക്കുന്നുണ്ട്, ഞാൻ അവനെ പിടിക്കാൻ ഇല്ലാതാക്കാൻ നോക്കും, അല്ലെ ഓടി രക്ഷപ്പെടാൻ മാർഗം ഉണ്ടെന്ന് നോക്കും. അത് ജൂതന്മാർക്ക് എങ്ങോട്ട് ഓടാനല്ല, അവർക്ക് വേറെ രാജ്യമില്ല, അവർ സംരക്ഷിക്കാവുന്ന ഒരു രാജ്യം ഉറപ്പും കൊടുത്തിട്ടില്ല. അപ്പോൾ അവർക്ക് ക്വസ്റ്റ്യൻ ഓഫ് സർവൈവൽ, ഒരു രാജ്യം എന്നുള്ള നിലയിൽ, ഒരു ജനത എന്നുള്ള നിലയിൽ നിലനിൽക്കാനുള്ള അവരുടെ സ്വാതന്ത്ര്യവും അവകാശം, അതിനെയാണ് ചലഞ്ച് ചെയ്യുന്നത്. അതുകൂടാതെ ഒരു രാജ്യത്തെ ഇപ്പം ഖൊമേനിയെ കൊന്നതിനേക്കാളൊക്കെ ഏറ്റവും മോശം കാര്യമായിട്ട് ഞാൻ വിചാരിക്കുന്നു, ഒരു മനുഷ്യനെ കൊല്ലുന്നല്ല, ഇസ്രായേലിൻ്റെ ദേശീയ പതാകയുടെ ചിഹ്നം വരച്ച ചവിട്ടികളാണ് പള്ളിക്കൂടത്തിലും സ്കൂളിലും ആൾക്കാർക്ക് ചവിട്ടി നടക്കാൻ പലയിടത്തും വിട്ടുവെച്ചിരിക്കുന്നത്. അതെന്തിനാണെന്നറിയോ? ഇസ്രായേൽ പ്രൈഡിനെ കൊച്ചുകുട്ടികളെ കൊണ്ട് പോലും ചോദ്യം ചെയ്യിപ്പിക്കുക, കൊച്ചുകുട്ടികളെ ചവിട്ടി കീറി ആഹ്ലാദിക്കുക, ഈ പതാക തലേണയുടെ രൂപത്തിലുള്ള അല്ലെങ്കിൽ ചവിട്ടിമത്തൊരു. അപ്പോൾ ആ കൾച്ചർ അവിടെ നിലനിൽക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഈ പക ഇങ്ങനെ വളർന്ന് വരികയാണ്. പക ഈ 2 രാജ്യങ്ങൾ തമ്മിലുള്ള പക ഉണ്ടാക്കിയെടുക്കുക, കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെടുക്കുക. ഇത് കണ്ടുകൊണ്ട് ഇസ്രായേൽ സൈലൻ്റ് ആയിട്ടിരിക്കണം എന്ന് പറഞ്ഞാൽ ആർക്കാണ് സാധിക്കുന്നത്? ഇത് കണ്ടിട്ട് സൈലൻ്റ് ആയിട്ടിരിക്കാൻ പറ്റുമോ? ഇപ്പം മഹാത്മാഗാന്ധിയുടെയോ ജവഹർലാൽ നെഹ്റുവിൻ്റെയോ സോണിയാഗാന്ധിയുടെയോ നരേന്ദ്രമോദിയുടെ പ്രതിമ ഏതെങ്കിലും രാജ്യത്ത് തകർത്താൽ നമ്മൾ പ്രതിഷേധിക്കുന്നത് എന്തിനാണ്?
കാനഡയിൽ ഖാലിസ്ഥാൻകാരെ പ്രതിമ തീർത്തതിന് പ്രതിഷേധിച്ചതിന്. അതുപോലെ അതിനൊക്കെ ഭയങ്കര ഭീകരമല്ലേ പതാക ഇട്ട് ചവിട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. അതവിടെ ചെയ്യുകയാണ്. ഒരു അൺസിവിലൈസ്ഡ് ഒരു ബാർബേറിയൻ കൾച്ചർ ഉള്ളിൻ്റെ ഉള്ളിലെങ്കിലും ഫോളോ ചെയ്യുന്ന ജനതയ്ക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖമേനിക്ക് വേണ്ടിയിട്ടൊക്കെ ഭയങ്കരമായിട്ട് വിലപിക്കുന്ന ആളുകൾ അവർ വിലപിക്കട്ടെ. അദ്ദേഹത്തിനെയൊക്കെ പരിശുദ്ധനായിട്ടുള്ള പുണ്യാത്മാവായിട്ട് കരുതുന്ന ആളുകൾ അവർ കരുതട്ടെ, കുഴപ്പമില്ല. ഇതേ ആളുകൾ പക്ഷേ നരേന്ദ്രമോദിയെ ചീത്ത വിളിക്കുന്നു. നരേന്ദ്രമോദിയാണ് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വൃത്തികെട്ടവൻ എന്ന് ഇതേ ആളുകൾ പറയുന്നു. അതിൽ വേറെ ഒരു കാര്യമില്ല, രാഷ്ട്രീയം ഉണ്ട്, തീവ്രമായ രാഷ്ട്രീയമുണ്ട്. പിന്നെ ഖൊമേനി വൃത്തികെട്ടവനാണോ ഇല്ലെന്ന് നമ്മൾ രാഷ്ട്രത്തലവനെയാണ് ബഹുമാനം കൊടുക്കുന്നത്. ഇറാൻ്റെ പ്രൈം മിനിസ്റ്റർ അത്യന്തിക ഏറ്റവും ഉന്നത ഭരണാധികാരിയാണ് നമ്മൾ അവിടെ ബഹുമാനിക്കുന്നത്. ഖൊമേനിയുടെ പ്രവൃത്തികളെ അല്ല. അതിനെ അംഗീകരിക്കാൻ ഒരു രാഷ്ട്രീയക്കാരൻ തയ്യാറാകുകയില്ല. മറിച്ച് ഇവിടെ മോഡി അതിൻ്റെ 10-1 ചെയ്താൽ ലോകത്ത് മുഴുവൻ ഇവർ പ്രതിഷേധപ്രകടനം നടത്തും. അതെ, അമേരിക്കയിലേക്ക് മോഡിയെ കയറ്റരുതെന്ന് പറയും. അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളുണ്ട്. കയറ്റിയില്ലല്ലോ, കുറേ കാലം കയറ്റിയില്ല. അപ്പം അപ്പോഴൊന്നും ഇവർക്ക് പ്രതിഷേധമില്ല. ഒരു രാഷ്ട്രത്തലവനെ അങ്ങോട്ട് ചെല്ലരുത് അല്ലെങ്കിൽ വിടരുത്, അവിടെ പ്രവേശിക്കരുത് എന്ന് കത്തയച്ച പാർട്ടികളുണ്ട് ഇവിടെ. ഈ കോൺഗ്രസിനൊക്കെ പറ്റുന്ന ചില രാഷ്ട്രീയ തകരാറുകൾ, എത്ര വിശാലമായ ലിബറൽ കാഴ്ചപ്പാടുണ്ടെങ്കിലും ചില സന്ദർഭങ്ങളിൽ അവർക്ക് യാഥാർത്ഥ്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് നിലപാടെടുക്കാൻ പറ്റുന്നില്ല. കോൺഗ്രസിന് ചില സന്ദർഭങ്ങളിൽ യാഥാർത്ഥ്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് നിലപാടെടുക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യയിലെ ഏറ്റവും ക്രൈസിസിൽ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിൽ സഹായിക്കുന്നത് ആരാണ്? ഇസ്രായേലാണ്. ചൈനയായിട്ടുള്ള പ്രശ്നം, അരുണാചൽ പ്രദേശിലെ പ്രശ്നം വന്നപ്പോഴും പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നം വരുമ്പോഴും നമുക്ക് വിശ്വസിക്കാവുന്ന ഏറ്റവും ദ മോസ്റ്റ് ഡിപ്പെൻഡബിൾ അലൈ ഓഫ് ഇന്ത്യ ഈസ് ഇസ്രായേൽ. താങ്കളും നേരത്തെ പറഞ്ഞു ഇന്ത്യയും ഇസ്രായേലും കൂടി ചേർന്നാൽ ഇറ്റ് വിൽ ബി എ ഡെഡ്ലി കോമ്പിനേഷൻ, ലോകം വിറയ്ക്കുമെന്ന്. ലോകം വിറയ്ക്കും. ആ സാഹചര്യത്തിലേക്ക് രാഷ്ട്രീയ സാഹചര്യങ്ങൾ പോകുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതലായിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കേൾക്കുന്നത് കുർദുകൾ ഇറാൻ ആക്രമിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. വ്യാപകമായ, അപ്പം ഉച്ചയ്ക്കൊക്കെ വരുന്ന ബുള്ളറ്റിൽ പറയുന്നുണ്ട് കുർദുകൾ സംഘടിച്ച്. അപ്പോൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല അമേരിക്കയുടെ ഈ പ്ലാനിങ്. അമേരിക്ക കുർദുകളെ ആയുധവൽക്കരിക്കാൻ തുടങ്ങിയിട്ട് CIA ഡയറക്റ്റായിട്ട് ഇടപെട്ട് മൊസാദും ഉണ്ടായിരുന്നു. ഒരു നല്ല ബറ്റാലിയൻ ഇഷ്ടംപോലെ കൊള്ളാവുന്ന ആൾക്കാരെ പട്ടാളത്തിൽ കുർദിഷ് പട്ടാളമായിട്ട് തന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. കുറേ രാജ്യങ്ങളായിട്ട് ഇവർ ചെതറിക്കിടക്കാണ്. ഈ കൂട്ടത്തിലുണ്ട് ഷിയ സുന്നി. അതുകൊണ്ട് തന്നെ അവർ സെക്കുലർ രാജ്യമാണ്. അതാണ് ഏറ്റവും വാക്ക്. സെക്കുലറായിട്ടുള്ളൊരു കുർദിസ്ഥാൻ അവിടെ ഉണ്ടാക്കാനാണ് നോക്കുന്നത്. ഇന്ത്യയെപ്പോലെ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു രാജ്യം, മതം പുറത്ത്. ഇപ്പോൾ അതിന് ഉദാഹരണമായിട്ട് പറഞ്ഞു, ബെസ്റ്റ് ഉദാഹരണം അങ്ങനെയാണ്. വിവിധ മതങ്ങളുണ്ടെങ്കിൽ പോലും നമുക്ക് നിസ്സാരം, വളരെ നിസ്സാരം തോന്നാം. ഇവിടെ തിരുവനന്തപുരം നെയ്യാറ്റിൻകര ഭാഗത്തൊക്കെ ക്രിസ്ത്യൻ നാടാരും മുസ്ലിം നാട് ഒരു വീട്ടിൽ തന്നെ 3 പേര് ഒരുമിച്ച് താമസിക്കും. 3 വിശ്വാസ പ്രമാണങ്ങളെ 3 ആചാരക്രമങ്ങളെ പിന്തുടരുന്നത് ഒരു വീട്ടിൽ തന്നെ താമസിക്കുകയാണ്. അതുപോലെ ഈ കുർദുകൾ താമസിക്കുന്ന ഇഷ്ടംപോലെ ഉണ്ട്, സുന്നി വിശ്വസിക്കാൻ താമസിക്കുന്നുണ്ട്. അങ്ങനെ യോജിച്ച് ജീവിക്കാനും താമസിക്കാനും പറ്റുന്ന ഒരു പുതിയ രാജ്യം. അത് സെക്കുലറായിരിക്കുന്ന എടുത്തു പറയുന്നുണ്ട്. ഒരു മതത്തിൻ്റെയും കമ്മിറ്റ്മെൻ്റ് ഇല്ല. മതം വ്യക്തിപരമായ കാര്യം കുടുംബത്തിൽ ചെയ്യാം, പള്ളിയിൽ ചെയ്യാം. അതിനപ്പുറത്തേക്ക് അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അങ്ങനെ ഒരു രാജ്യത്തിൻ്റെ ഭരണഘടനയാണ് അവിടെ തയ്യാറായി വരുന്നത്. ഏത് സമയത്തും അങ്ങനൊരു അവർ ഇറാനിൽ അധികാരം പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് അത്ഭുതപ്പെടേണ്ട. ഇപ്പം എനിക്കറിയുന്ന എത്രയോ അധികം ഹിന്ദുക്കളുണ്ട്. റംസാന് പെരുന്നാളിന് നോമ്പെടുക്കുന്ന ഹിന്ദുക്കളുണ്ട്. തമാശയില്ല. എന്തിനാ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എല്ലാ സൗകര്യം ചെയ്ത് കൊടുത്താൽ. ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഒരു മുസ്ലിം ലേഡി വൈറലായല്ലോ. ആറ്റുകാൽ പൊങ്കാലയ്ക്ക്. അതെ, ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ചിലവർക്കൊക്കെ കുരുപൊട്ടും. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അത് 2 കൂട്ടരും ചെയ്യാൻ തുടങ്ങുമ്പോൾ പ്രശ്നം തീർന്നു. ഇത് ഒരു കൂട്ടർ മാത്രം ഇവിടെ പ്രശ്നം ഉണ്ടെന്ന്, ഒരു കൂട്ടർ മാത്രം ഈ വിട്ടുവീഴ്ചകൾ ചെയ്യുകയും കുറെ കഴിയുമ്പം ആ വിട്ടുവീഴ്ചയുടെ ഗുണഫലം അനുഭവിച്ചവർ അവർക്കെതിരാകുകയും ചെയ്താൽ. പക്ഷേ ഞാനിപ്പോൾ ഞെട്ടിപ്പിച്ചൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ത്രീ ഒറ്റക്കാൽ പങ്കാളി ഇട്ടല്ലോ, ഈ മുസ്ലിം യുവതി, വലിയ വിമർശനങ്ങളാണ് വരുന്നത്. ഇവരിങ്ങനെ ചെയ്യാൻ പാടില്ല. മറിച്ചാണ് അവരെ കുറ്റപ്പെടുത്താൻ പറ്റുന്ന അവരെ കുറ്റപ്പെടുത്തുന്നവരെ കുറ്റപ്പെടുത്തിക്കൂടെ? കുറ്റപ്പെടുത്താം. തിരുവനന്തപുരത്തെ ഇമാം ഉൾപ്പെടെയുള്ള അവിടുത്തെ പ്രധാനപ്പെട്ട പള്ളിയിലെ മൗലവിമാരുൾപ്പെടെയുള്ളവർ ആറ്റുകൾ അവരുടെ എല്ലാ വീടുകളും നൊയമ്പ് കാലമായിട്ടും തുറന്നിട്ട് ആറ്റുകൾ പൊങ്കാലയിടാനും അതിന് ചെന്നവർക്ക് വേണ്ട എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തവരാണ്. അങ്ങനെ ഒരു വിഭാഗമുണ്ട്. കുറ്റപ്പെടുത്താൻ ഇപ്പം ഇതിനെ ഒരു വിമർശന ബുദ്ധിയോടെ കാണുന്ന വേറൊരു വിഭാഗമുണ്ട്. അവിടെ അങ്ങനെയുള്ളവരാണ് ഈ കുഴപ്പം സൃഷ്ടിക്കുന്നത്. ഒരു നന്മയുടെ അംശം നമ്മൾ അങ്ങോട്ട് നീട്ടുമ്പോൾ തിരിച്ച് നിങ്ങൾ ഇങ്ങോട്ടൊരു കൈ നീട്ടി തന്നാൽ, അത് ഞാൻ കഴിഞ്ഞ ഒരു ചർച്ചയിൽ പറഞ്ഞ ഉത്തർപ്രദേശിലുണ്ടായ ഒരു ക്ലാസിക് സംഭവമുണ്ട്. ഒരു ബ്രാഹ്മൺ
പ്രായം കൂടിയ ബ്രാഹ്മണനാണ്. അമ്പലത്തിൽ മറ്റേ പോയിട്ട് ഇങ്ങനെ ഈ പൂജാപാത്രമൊക്കെ ആയിട്ട് നടന്ന വഴി കൂടെ പോകണം. സൈക്കിൾ റിക്ഷയാണ് അവിടെ മുഴുവനുള്ള വാഹനം. ഇയാൾ തളർന്ന് വീഴുക, വഴി വീഴുക. ഒരുത്തരും തിരിഞ്ഞു നോക്കുന്നില്ല. ബ്രാഹ്മണനാണ്, അടുക്കാൻ പേടിയാണ് മറ്റു ജാതിക്കാർക്ക്. അടുത്ത് കഴിഞ്ഞാൽ ബ്രാഹ്മണനെ തൊട്ടു എന്നുള്ള വേറെ പ്രശ്നം വരും. ഈ സൈക്കിൾ റിക്ഷക്കാരൻ മുസ്ലിം രണ്ടും കൽപ്പിച്ച് അവിടെ നിർത്തി ഇയാളെ ഒരു തരത്തിലെടുത്ത് സൈക്കിൾ റിക്ഷ കയറ്റി അടുത്ത ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നതാണ്. അപ്പോഴത്തേക്ക് കുറേ പേർ ഓടി വന്നു. ഇയാൾ എടുത്തപ്പം ഈ സൈക്കിൾ റിക്ഷക്കാരൻ മുസ്ലിം ഈ ബ്രാഹ്മണനെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എടുക്കുന്ന വഴിക്ക് ഈ പൂണൂൽ പൊട്ടിപ്പോയി. എടുത്തു എന്നുള്ളതിൻ്റെ പ്രാധാന്യന്മാരായിട്ട് പൂണൂൽ ഇപ്പം പൊട്ടിച്ചു എന്നുള്ള രീതിയിലേക്ക് കേസ് വർഗീയകളാവും. അങ്ങനത്തെ അത്തരം ചുറ്റുവട്ടത്ത് മനുഷ്യരെ വളർത്തിയെടുക്കുന്ന അത്തരം വൈകാരികമായി വിഷം കുത്തിവെച്ച് വളർത്തിയെടുക്കുന്ന പൗരോഹിത്യം എല്ലായിടത്തും ഇതിൻ്റെ മെയിൻ വില്ലൻ പൗരോഹിത്യമാണ്. സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ കഷ്ടപ്പെടുന്നതിന് ഇത് ആലോചിക്കാൻ സമയമില്ല. പൗരോഹിത്യത്തിൻ്റെ ഈ പ്രേരണയ്ക്ക് വഴങ്ങി മനുഷ്യൻ വികാരപരമായി മതങ്ങളെ കാണാൻ തുടങ്ങുന്നു. ഇപ്പോൾ ശ്രീരാമൻ ദൈവമാണ്. ശ്രീരാമനെ ആര് അധിക്ഷേപിച്ചാലും ശ്രീരാമൻ എന്തെങ്കിലും പറ്റുമോ? നമുക്ക് അങ്ങനെ വിചാരിക്കത്തില്ലേ? സരസ്വതി അധിക്ഷേപിച്ചാൽ പറ്റുമോ? അള്ളാഹുവിനെ അധിക്ഷേപിച്ചാൽ പറ്റുമോ? അല്ല, അള്ളാഹു അത്ര ദുർബലനായിരിക്കണം. ഞാനോ നിങ്ങളോ വിമർശിക്കുന്നതുകൊണ്ട് അള്ളാഹുവിന് അധിക്ഷേപമല്ല, വിമർശനം. ആ വിമർശനത്തെ കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആലോചിച്ച് ആ ദൈവത്തിൻ്റെ ശക്തി എന്നാ, ദൈവത്തിൻ്റെ പ്രസക്തി എന്താ? ഇതിനൊക്കെ അപ്പുറം ദൈവം. സ്മോളർ ദാൻ ദി സ്മോളസ്റ്റ്, ഗ്രേറ്റർ ദാൻ ദി ഗ്രേറ്റസ്റ്റ് എന്ന് പറയും ദൈവത്തെക്കുറിച്ച്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിന് വറി ചെയ്യണം. പക്ഷെ ദൈവങ്ങൾ അങ്ങനെയല്ലോ. നമ്മൾ ഉണ്ടാക്കുന്ന ലോകത്ത് അസമാധാനം സൃഷ്ടിക്കുന്ന ദൈവങ്ങൾ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള, അങ്ങനെയുള്ള ദൈവത്തെ നമ്മൾ വളരെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ദൈവസങ്കല്പങ്ങൾ ലോകത്ത് അസമാധാനം സൃഷ്ടിക്കും, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതല്ലേ. ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം? എന്താ അവിടെ ജൂതന്മാരവിടെ താമസിക്കുന്ന മാത്രമേ പ്രശ്നമുള്ളൂ. നാളെ ജൂതന്മാരെല്ലാം കൂടെ കൺവേർട്ട് ചെയ്ത് പൊന്നാനി വന്ന് സുന്നത്തും ചെയ്ത് മുസ്ലിമായിട്ട് എന്നാൽ ഇടത്തോട്ട് മുണ്ടോടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ പ്രശ്നമില്ല. ഇത് ഡെമോഗ്രാഫിക് ബാലൻസ് എന്ന് പറഞ്ഞാൽ വലിയ പ്രധാനം. ഇന്നലെ വരെ താമസിച്ചിരുന്ന അവിടുത്തെ താമസിച്ചിരുന്ന മുസ്ലിങ്ങളാണ്. കുറേ ജൂതന്മാരും ഉണ്ടായിരുന്നു. അവന്മാർ മുസ്ലിംസിനെ അവിടുന്ന് അടിച്ചോടിച്ചിട്ട് ജൂതന്മാരുടെ കസ്റ്റഡി വന്നു. അത് കൈവൂക്കൊണ്ട് സാധിച്ചു. ഇവിടെ കാശ്മീരിൽ നിന്ന് പണ്ഡിറ്റുകൾ എങ്ങനെയാണ് പോകുന്നത്? പണ്ഡിറ്റുകളുടെ ആളവിടുന്ന് ഓടിച്ചേരാം. അവിടെ താമസിക്കുന്നവരല്ലേ. ഇപ്പോൾ അവർ ഡൽഹി വെറും അഭയാർത്ഥികളായിട്ട് കഴിയുകയാണ് പലരും ഡൽഹിയിൽ. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ മനുഷ്യരുടെ സ്പർദ്ധ എന്ന് പറയുന്ന സാധനം അത് വളർത്തിയെടുത്ത് മാത്രം നിലനിൽപ്പുള്ള, ഇപ്പം ഈ ഏരിയ മുഴുവൻ മുസ്ലിംസാണ്, അല്ലെ ഹിന്ദുക്കളാണ്. ഞാൻ ഇവിടെ വന്നൊരു കട തുടങ്ങുക, 2 കച്ചവടക്കാരുണ്ട്, ഒരു ഹിന്ദു ഉണ്ട്, ഒരു മുസ്ലിമും ഉണ്ട്. ഇവിടെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമാണെങ്കിൽ മുസ്ലിമുള്ള എല്ലാവരോടും പറയും നമ്മുടെ കടയിൽ നിന്ന് മേടിക്കാവുള്ളൂ. ഹിന്ദുക്കളാ ഭൂരിപക്ഷങ്ങളിൽ അവനും പറയും ഞങ്ങളുടെ കടയിലും. അങ്ങനെ ഒരു അങ്ങനെ വളർത്തിയെടുത്ത വസ്തു മേടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ എടുത്തു വസ്തു മേടിക്കാൻ. മുസ്ലിം ഏരിയയിൽ വസ്തു അറക്കാം, കൂടുതലും മുസ്ലിങ്ങൾക്ക് കൊടുക്കുകയുള്ളൂ നിർത്തിയുണ്ട്. ഹിന്ദു ഏരിയയിലേക്ക് താമസിക്കാൻ വരാൻ മുസ്ലിങ്ങൾ ഒരുമിച്ചേ വരുള്ളൂ, ഒറ്റക്കൊറ്റയ്ക്ക് വരികയില്ല. ആ ഏരിയ ഒന്നും താമസിക്കാൻ പറ്റില്ല. ഹിന്ദുക്കൾക്കാണ് തൊഴാനിടത്ത് അമ്പലം വേണം, അല്ലെ അതിന് അമ്പലത്തിൻ്റെ ചുറ്റുപാട് വേണം. അങ്ങനത്തെ ഒത്തിരി നമ്മളെ പഠിപ്പിച്ചു വന്നിരിക്കുന്ന, നമ്മളറിയാതെ തന്നെ എൻ്റെയും നിങ്ങളുടെയും രക്തത്തിലേക്ക്, നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ കുത്തിവെച്ച സാധനത്തിൻ്റെ പേര് സൈനൈഡ്, അത് കുത്തിവെച്ച് നമ്മളെ വളർത്തുന്ന കുറേ ആൾക്കാരുണ്ട്. അറിഞ്ഞുകൊണ്ടല്ല, അവരും ചെയ്യുന്ന അറിഞ്ഞുകൊണ്ടല്ല. നിങ്ങൾ നാളെ പോയി നാളെ കാണുന്ന മുസ്ലിങ്ങളെ വെട്ടിക്കൊല്ലണമെന്നോ കാണുന്ന ഹിന്ദുക്കളെ വെട്ടിക്കൊല്ലണമെന്നോ ആലോചിച്ചുകൊണ്ടല്ല ഇത് വരുന്നത്. പക്ഷെ ഫലത്തിൽ അങ്ങനെ വരിക. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, വെറുപ്പ് വിതയ്ക്കുന്ന ആശയങ്ങൾ ചെറുപ്പം മുതലേ പഠിപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അല്ല, അങ്ങനെ പഠിപ്പിച്ച് വരിക തന്നെ. അതിനെ വെറുതെ പാഠപുസ്തകത്തിൽ 1ാം ക്ലാസ്സിൽ പുസ്തകം എഴുതി പഠിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. ഇത് നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ അറിവ്, നമ്മുടെ ഏറ്റവും വലിയ ദൈവം, നമ്മുടെ സർവശക്തനായ ദൈവം, ആ ദൈവം പറഞ്ഞിരിക്കുന്നതാണ്. മനുഷ്യൻ പറഞ്ഞാൽ ഇപ്പോൾ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് തിരുത്താം. ഇത് ദൈവം പറഞ്ഞിരിക്കുന്നത്, തിരുത്താൻ മാർഗമില്ലത്. കാഫറിനെ കണ്ടാൽ നിന്റെ മതത്തിൽ വിശ്വസിക്കാതെ പല ദൈവങ്ങളെ വിശ്വസിക്കുന്നതിന് കാഫറാണ്, അവനെ കൊന്നുകളഞ്ഞാൽ നിനക്ക് സ്വർഗം കിട്ടുമെന്ന് പഠിപ്പിക്കുന്ന ദൈവം പറഞ്ഞിട്ടാണ്. ഇവിടുത്തെ ഏതെങ്കിലും മൗലവി പറഞ്ഞാൽ നീ പോടാ പുല്ലേന്ന് പറയും. പക്ഷേ അത് ദൈവത്തിൻ്റെ പേരിൽ അങ്ങനെ പറഞ്ഞു വല്ല മാർഗമുണ്ടോ? രക്ഷയുണ്ടോ? ദൈവത്തിൻ്റെ ഹിതത്തെ ലംഘിക്കാൻ നമുക്ക് പറ്റുമോ? ആ രീതി ദൈവഹിതം ലംഘിക്കുക എന്ന് പറഞ്ഞാൽ മഹാഭാവ അല്ലേ? അതവനെയും കൊല്ലാം. അവൻ ദൈവഹിതം ലംഘിക്കുന്നവനെയും കൊല്ലാം. ബ്ലാസ്ഫമി എന്ന് പറയും. മതനിന്ദ, ദൈവനിന്ദയൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. പശുവിനെ ആരാധിക്കരുതെന്ന് പറയുന്നത്, ആരാധിക്കരുന്ന ഒരു വിഭാഗം പറയും. നമ്മളിവിടെ പശുവിനെ ആരാധിക്കും. ഇത് പറയാനുള്ള അവകാശം ആരാധിക്കാനുള്ള അവകാശം എനിക്കുണ്ട്, പക്ഷെ ഞാൻ ആരാധിക്കണമെന്ന് പറയാനുള്ള അവകാശം മറ്റവനില്ല എന്നുള്ള ജനാധിപത്യ ബോധം, മാനുഷിക ജനാധിപത്യ ബോധം, മനുഷ്യ സംസ്കൃതിയുടെ ബോധം അതില്ലാതെ പോകുമ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും. അതില്ലാതെ പോകുമ്പോൾ ഇതുപോലുള്ള യുദ്ധങ്ങൾ ഉണ്ടാവും. സംസ്കാരം എന്ന് പറയുന്നത് ഇല്ലാതെ പോകുമ്പോൾ
നമ്മൾ ഓരോ നൂറ്റാണ്ടും പുറകോട്ടാണ് പോകുന്നെങ്കിൽ 16-ാം നൂറ്റാണ്ട് ഗോത്രവർഗ്ഗക്കാർ തമ്മിലുള്ള കൾച്ചർ എല്ലാ കുടിപ്പുകൾ അതിപ്പോഴും നമ്മളെ ക്യാരി ചെയ്യുക സമൂഹത്തിൽ. അത് അവസാനിപ്പിക്കണമെങ്കിൽ താങ്കൾ ഇന്നലെ പറഞ്ഞ പോലെ മഹാത്മാഗാന്ധിയെ പോലെ ഒരാൾക്കും മാത്രമേ പറ്റുള്ളൂ. ലോകത്തെ മനുഷ്യനായിട്ട് കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് പല ആളുകൾക്കും മഹാത്മാഗാന്ധിയെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എളുപ്പമായിട്ടുള്ള കാര്യമേ അല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം വല്ലാത്ത രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. മഹാത്മാഗാന്ധി എന്ന് പറയുന്നത് പല തരത്തിലുള്ള ഐഡന്റിറ്റി ഉള്ള ഒരാളാണ് മഹാത്മാഗാന്ധി. ഒരൊറ്റ മുഖമല്ല മഹാത്മാഗാന്ധിക്ക്, നിരവധിയായിട്ടുള്ള മുഖങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ മഹാത്മാഗാന്ധിയെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, ഫത്വ ഇറക്കി എവിടുന്ന്? ഇറാനിൽ മുതിർന്ന മൗലവിമാർ ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ പ്രതികാരം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഫത്വ ഇറക്കി. പക വിതക്കിയാണ്. അതും ചെയ്യാനുള്ള ആൾക്കാരുണ്ടാക്കി. ഈ പക തലമുറകളായിട്ട് ഇങ്ങനെ കൈമാറി പോകും. പക അങ്ങനെ പകകള് ഇങ്ങനെ കൈമാറി പോകുന്ന സന്ദർഭത്തിലാണ് മഹാത്മാഗാന്ധിയെ പോലുള്ള, ശ്രീബുദ്ധനെ പോലുള്ള, ബോധിധർമ്മനെ പോലുള്ള ആളുകളുടെ അനിവാര്യത വളരെ പ്രധാനപ്പെട്ടിട്ട് ഉയർന്നു വരുന്നു. അരുത് കാട്ടാള എന്ന് പറയാൻ ആരെങ്കിലും വേണം. രാമായണത്തിൽ അരുത് കാട്ടാള എന്ന് പറയുന്നത് പക്ഷികളെ വെടിവെക്കാൻ ചെല്ലുന്നവരോട് അരുത് കാട്ടാള എന്നാണ് പറയുന്നത്. അതുപോലെ തോക്ക് താഴെ വയ്ക്കാൻ പറയാൻ അരുത് കാട്ടാള എന്ന് ഇറാനോടും ഇസ്രയേലിനോടും ഒരുപോലെ പറയാൻ പറ്റുന്നതും വേണം. ഒരാളോട് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. രണ്ടു കൂട്ടരും, കാരണം അവർക്ക് പരസ്പരം വിശ്വാസമില്ല. ആരിപ്പം മറ്റവൻ എന്നെ തല്ലുമെന്നാണ് ഒരുത്തം വിചാരിക്കുന്നത്. ഇവൻ നേരെ തിരിച്ചും വിചാരിക്കുക, അവനിപ്പോൾ എന്നെ ഞാൻ കൈവിട്ടാൽ അവൻ എൻ്റെ ആയുധം താഴെ വെച്ചാൽ അവൻ എന്നെ കൊല്ലും. ആ പേടിയില്ലാത്ത രീതിയിലേക്ക് ഇവരെ കൊണ്ടുവരണം. പരസ്പരം ഭയമില്ലാത്ത രീതിയിലേക്ക് ജൂതരെയും മുസ്ലിംസിനെയും അവിടുത്തെ മുസ്ലിംസിനെയും കൊണ്ടുവരാൻ ആർക്ക് സാധിക്കുന്നോ അവർ ലോകത്തിന് ചെയ്യുന്ന ഏറ്റവും വലിയ ഉപകാരം മനുഷ്യരാശിക്ക് ചെയ്യുന്ന ഉപകാരം. ഈ പാളയം ഇമാമിനൊക്കെ ഇങ്ങനെ പറയാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹം കേരളത്തിലാണ്, ഇന്ത്യയിലാണ് എന്നുള്ളത് കൊണ്ടാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. ശ്രീനാരായണ ഗുരു പഠിപ്പിച്ച തത്വം ഇന്നാണെങ്കിൽ വെറുപ്പല്ല വിതയ്ക്കുന്നത്, വെറുപ്പേ അല്ല വിതയ്ക്കുന്നത്. കൈ കൊടുക്കുക, മുങ്ങിച്ചാകാൻ തുടങ്ങുന്ന കൈ കൊടുത്ത് കരയ്ക്ക് എത്തിക്കുന്നതാണ് ഏറ്റവും വലിയ പുണ്യം. അതാരാണേലും ഏത് ജാതി. ഈഴവനെ മേൽജാതിക്കാരൻ അടിച്ചപ്പോ പോയി അവന്റെ തള്ളയെ കൊന്നിട്ട് വാ എന്നല്ല പറഞ്ഞത്. കൈ വേദനിച്ചോന്ന് ചോദിച്ചു, അടിച്ച കൈ വേദനിച്ചോ എന്ന് ചോദിച്ച ചരിത്രമാണ്. താൻ അടിക്കാൻ ഉപയോഗിച്ച തനിക്ക് കൈക്ക് എന്തെങ്കിലും പറ്റിയോ? ഗാന്ധിയുടെ ഒക്കെ സ്റ്റൈൽ അതാ. തീർച്ചയായിട്ടും.